ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പുത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്രമമേളകൾ എങ്ങനെ ആനന്ദകരമാക്കാം. ഞങ്ങൾ ഇടുക്കിയിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ വന്നു കേട്ടോ, അണക്കര. അത് എവിടെ വന്നു കഴിഞ്ഞപ്പം എന്നാൽ അന്ന് ബീഫ് വാങ്ങിച്ച് കട്ടി കൂടി പോയില്ലേ പൊരിച്ചത്, ഞങ്ങൾ ഗ്രൗണ്ടിൽ പൊരിക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കട്ടി കുറച്ച് വാങ്ങി അതുപോലെ തന്നെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ, ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്തെടുത്തേ. ഇതെൻ്റെ നാട്ടിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കട കേട്ടോ, മാത കോൾഡ് സ്റ്റോറേജ്. അവൻ കട അടയ്ക്കാറായി, വൈകിട്ട് 7 മണിയായി. അന്നേരം ഞങ്ങൾ അവനെ ബുദ്ധിമുട്ടിച്ച അത് അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അവൻ്റെ കയ്യെ കയറാതെ അവൻ വളരെ ബുദ്ധിമുട്ടിയെത്തി കട്ടി കുറച്ച് മുറിച്ച് തരുന്നത്. കണ്ടല്ലോ, അത്രയും കുഞ്ഞു പീസ്, ഒരു 3-4 പീസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കളർ കേട്ടോ. ഇതിന് ഞങ്ങൾ പൊരിക്കും, അല്ലാണ്ട് ശകലം വാങ്ങിച്ചിട്ടുണ്ട്, അത് നമ്മൾ കറിയും വെക്കും കേട്ടോ. ഇവർക്ക് ഈ ആയുഷ് മന്ത്രാലയത്തിൻ്റെ സർട്ടിഫിക്കറ്റുള്ള മറ്റേ മരുന്നുണ്ടല്ലോ, ബ്രീത്തീസി പോലത്തെ സാധനം ഉണ്ടല്ലോ, ശ്വാസകോശത്തിനും ലങ്സിനും അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഇവരുടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവരത് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കൂട്ടാൻ്റെ ചേട്ടനാണ് കേട്ടോ. കണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അണക്കര ഇത് ഇവിടെ ഈ സംഭവം ഇവിടെയുണ്ട് കേട്ടോ. ഞങ്ങളിത് അവിടുന്ന് പതുക്കെ നമ്മുടെ സാമഗ്രികളും വാങ്ങി നമ്മുടെ തട്ടകത്തിലെത്തി. ഇത് ക്ലബ് കഫേ. ആ നിൽക്കുന്നത് ബൈനോക്കുലർ ടോക്സിൻ്റെ യുവതലമുറപ്പെട്ടതും അവിടെ ആ മുണ്ട് മുടക്കി കുത്തിക്കുന്നത് ബൈനോക്കുലർ ടോക്സിൻ്റെ മൂത്ത തലമുറയും. ഇനിയുണ്ട് കേട്ടോ, കുറേ തലമുറകൾ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഓരോരോ വീഡിയോ നമുക്ക് പരിചയപ്പെടുത്താം. ഇത് അതായത് കുമളി കട്ടപ്പന ഒരു മംഗളദേവിയിൽ ക്ലബ് കഫേ. അത് നമ്മുടെ ബൈനോക്കുലർ ടോക്സിൻ്റെ മൂത്ത തലമുറയുടെ കടയാണ്. അപ്പോൾ കട തുറന്നു വെച്ചേക്കാൻ വിചാരിച്ചാൽ ഇവിടെ വെച്ച് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ചെറിയ മഴച്ചാറ്റിലുണ്ട്, ഒന്ന് ചെറുക്കനും കൂടാന്ന് പറഞ്ഞു. അവനോടെ ചങ്ക് പുറവയാ, അവനും കൂടെ കൂടി. ഇനിയിപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ ആരും ചെയ്യട്ടെ. നാളെ നമുക്ക് യൂട്യൂബ് പരിപാടിയായിട്ട് ഇവനെയും കൂടെ കൊണ്ടുപോകാമല്ലോ. മസാലയൊക്കെ നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അന്നത്തെ പോലെ തന്നെ വലിയ മസാല പരിപാടികളൊന്നുമില്ല. ശകലം കുരുമുളകും കുരുമുളകും കരിയാപ്പലയും മല്ലിയിലയും കൂടെ അരച്ച് പുരട്ടി ഇനി നമ്മൾ എടുക്കുമ്പോൾ ശകലം മല്ലിയില ഇടും. നാരങ്ങ നീരോട് ചേർത്താട്ടോ. പിന്നെ അന്ന് ഇല്ലാത്തൊരു സാധനം, അന്ന് വാങ്ങാൻ മറന്ന ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, ബട്ടറും. നമ്മുടെ മൂത്ത തലമുറ തന്നെ ഒന്നിരിക്കാമെന്ന് ചോദിച്ച് പുറകെ നിൽക്കുന്ന ഇരുന്നോളം മതി. നമ്മളായിട്ട് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് തടസ്സം ഉണ്ടാക്കിയത്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇത് പൊരിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. ഞങ്ങളുടെ പാത്രമൊക്കെ എടുത്ത് പരിശോധിക്കുന്നത് എന്തോന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ സ്റ്റൗ ഒന്നും അടുത്ത പ്രാവശ്യം നമ്മളൊന്ന് പുനഃക്രമീകരിക്കാൻ. നമ്മുടെ സ്റ്റൗവിന് ഇച്ചിരി ഫ്ലെയിം കുറവുണ്ട്, ചില സമയത്ത് ഇത്തിരി താമസം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ യാത്രയിലും ഈ ഇതിൻ്റെ പരിപാടിയിലൊക്കെ ഇടയ്ക്ക് ഒരു എൻജോയ്മെൻറ്റ്, ഇതൊരു രസമാണ്. അല്ല എവിടെയെങ്കിലും കൂടുക, ഇതൊക്കെ ആകുമ്പം അത്യാവശ്യം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങൾ, ചായ കടി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. വണ്ടി നിർത്തിയിടാൻ സൗകര്യമുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സഹായിക്കുമായിരിക്കും, അതറിയത്തില്ല. അല്ലാണ്ട് യാത്ര പോകുന്നവർക്ക്, കുമ്പളി മൂന്നാറൊക്കെ പോകുന്നവർക്ക് ഒക്കെ നിർത്തി ടോയ്ലറ്റിൽ പോകാനും അതിനും ഒക്കെ സൗകര്യമുണ്ട് കടയിൽ. ക്ലബ് കഫേ, പേര് മറന്നുകൊണ്ട, മംഗളദേവിയിൽ. നാരങ്ങ നീര് നമ്മൾ ഇത്തിരി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടി നമ്മളൊരു ശകലം കൂടെ പിഴിഞ്ഞൊഴിക്കുക. അത് കണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ കുഞ്ഞി കഷ്ണം വാങ്ങിച്ചു കേട്ടോ, കട്ടി കുറച്ച്. ഇന്നത് കഴിച്ചിട്ട് കഴിക്കാതൊരു സമാനം വരത്തില്ല. സ്റ്റൗവിന് ഫ്ലെയിം കുറവാണ്, അതൊന്നും മാറണം. അതുകൊണ്ട് ഇത്തിരി താമസമുണ്ട് ഇതാവാൻ. ഈ പ്രാവശ്യം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറിക്കാനും പൊരിക്കാനും ഒക്കെ. ഈ പ്രാവശ്യം ചുറ്റിനും ആൾക്കാരാണ് മറിക്കാനും പൊരിക്കാനും തിരിക്കാനും എടുക്കാനും ഒക്കെ. കണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വലിയ പീസായിരുന്നു, നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട്. അത് നമ്മൾ അന്നും പറഞ്ഞു, വലിയ പീസായതുകൊണ്ട് അതിനത്ര ടേസ്റ്റില്ലായിരുന്നു. ഇരിപ്പ് കണ്ട, പൊരിക്ക്. ഇനിയുണ്ട് നമുക്ക് കുറച്ച് തലമുറകളെ പരിചയപ്പെടുത്താൻ. എല്ലാം ബൈനോക്കുലർ ടോക്സിൻ്റെ തലമുറയിൽപ്പെട്ടതാണ്. അന്നത്തൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് നമുക്ക് ഇച്ചിരി വേവ് കുറവായിരുന്നു, അതിൻ്റെ ഒരു വിഷമം നമുക്ക് ഉണ്ടായിരുന്നു താൻ. അതെ, ചുറ്റുവട്ടം നിൽക്കുന്നവരെയൊക്കെ വിളിച്ചു വരുത്താൻ വേണ്ടിയാണ് ഒന്ന് പാത്രത്തിട്ട് തട്ടുന്നത്. കണ്ടല്ലോ, അത് ബീഫിനകത്ത് വെള്ളം ഇറങ്ങി കേട്ടോ. നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർത്തില്ല, എണ്ണ ഒഴിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇച്ചിരി തീ കുറവാണ്, എന്നാലും അങ്ങനെ ചെയ്യുന്നൊരു ശകലം തീ കുറച്ച് ചെയ്യുള്ളൂ കേട്ടോ. ഇല്ല പെട്ടെന്ന് കയറി കരിഞ്ഞ് ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പത്തിയെ വെന്തെടുക്കണം. ഞങ്ങൾ പോയ കഥയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങളൊന്ന് ഒരുപാട് സ്ഥലത്ത് പോയി കറങ്ങി തിരിഞ്ഞ് നശിച്ച് മഴയൊക്കെ നനച്ച് നാശക്കൊടാലിയായിട്ടാണ് തിരിച്ചു വന്നത്. കണ്ടല്ലോ, കാര്യങ്ങളും പഴയ വിശേഷങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഇത് നമ്മുടെ യുവതലമുറയിൽപ്പെട്ട ഒരെണ്ണം കേട്ടോ. ഇതേ ബട്ടർ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബട്ടർ കൊണ്ടുപോകാൻ മറന്നുപോയായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ടേസ്റ്റ് വന്നു. ഇപ്പോൾ ഈ ബട്ടറും കൂടെ നമ്മൾ ഇട്ടു. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കും നമ്മുടെ ചേർക്കാൻ നല്ല മിടുമിടുക്കനായിട്ട് മുരുമുരുവായിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് വരുന്നതായിരിക്കും. ഇത് വേണ്ട, വെള്ളം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ശകലം മല്ലിയില ഉണ്ട്, മല്ലിയില നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്.
നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ട് നമ്മളിവനെ അടുത്ത പാത്രത്തിലോട്ടാക്കും. മല്ലിയിലയൊക്കെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രം വന്നു, മല്ലിയില വന്നില്ല. ഈ മല്ലിയിലയും വന്നു ഉണ്ടോ. മല്ലിയിലയും കൂടെ ഇട്ട് നമ്മൾ അവനെ അങ്ങോട്ട് പിരിച്ച് അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട്, എൻ്റെ മോനെ മല്ലിയില അങ്ങോട്ട് അതിലോട്ട് വീണാൽ ബട്ടറും മല്ലിയിലയും ബീഫും കൂടെ ചേർന്നൊരു മണം വരും. ആഹാ, എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. എല്ലാം പെറുക്കി വെച്ചു. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടമ്പ. ഒരു കൈ പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യാന്നുള്ള വലിയ പാടാണ് ഇപ്പോൾ എനിക്ക്. ടാസ്ക്കാണ് ടാസ്ക്. എടാ ഇങ്ങോട്ട് നോക്കടാന്നാണ് പറയുന്നത്. എവിടെ ഇതിൻ്റെ മണം അടിച്ചിട്ട് അങ്ങോട്ട് നോക്കാം. എവിടെ സമയമുണ്ടോ നമുക്ക്? ഇങ്ങനെ ടേസ്റ്റ് നോക്കാം നമുക്ക്. എൻ്റെ മുഖം കണ്ടോ? ഇനി ഒരു ലൈവ് ഇതുപോലെ ഷൂട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ചെറുക്കനെ വിളിക്കും. ഇനി അവനൊരു ടേസ്റ്റ് നോക്കട്ടെ. അവൻ്റെ മുഖത്തൊരു സന്തോഷമുണ്ട് കേട്ടോ.